നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടയിട്ട് പിടിച്ചിട്ടുള്ള കിങ് ഫിഷ് ഉണ്ട്, നല്ല കറുമുറ ഫിഷ് ഫിംഗേഴ്സും ബിയറിൽ പൊരിച്ചിട്ടുള്ള മീനും. അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. റെഡി കിങ് ഫിഷ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഐക്കൂറ, അതല്ല വെച്ചെങ്കിൽ ഈ വലിയ വെട്ട് എന്താ പറയുക, മുറിമീൻ അല്ലെങ്കിൽ എന്താ പറയുക വെട്ടുമീൻ, കഷ്ണമീൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മീൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചെറിയ ചെറിയ വിരലിൻ്റെ വലുപ്പത്തിൽ അരിഞ്ഞിട്ട് ഈ ക്രമ്മിൽ മുക്കിയെടുത്തിട്ടുള്ള കട്ട്ലേറ്റ് പോലെ ഇരിക്കുന്ന ഫിഷ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഞാനൊക്കെ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ അതൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നത്തെ ഹോട്ടലുകളിലൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്ര പോപ്പുലർ അല്ല, ഇല്ലല്ലോ. ആരും അങ്ങനെ വീഡിയോ ഉണ്ടാക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല. അത് മാത്രമല്ല ഇത് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ പിടിക്കാൻ പോയപ്പോൾ അപ്പച്ചൻ ഈ ഹപ്പുക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹമൂറില്ലേ, ഹമൂർ ഉപയോഗിച്ചിട്ട് ബിയർ ബാറ്റർ ഫിഷും ഉണ്ടാക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വലിയ തുണ്ടൻ കഷ്ണം മീൻ ഉപയോഗിച്ചിട്ട് ബിയർ ബാറ്റർ ചെയ്ത അടിപൊളിയാണെന്ന്. ഹമൂർ അല്ലെങ്കിൽ ഹപ്പുക്ക വൺ ഓഫ് ദ ബെസ്റ്റ് മീനാണ് കേട്ടോ ഫിഷ് ആൻഡ് ചിപ്സിന്. ഇന്നലെ കഴിച്ചപ്പോൾ എൻ്റെ പോപ്പുലർ മീൻ അതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കിങ് ഫിഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ്റെ കൂട്ടത്തിൽ പോയിട്ട് ഒരു ദിവസം നമുക്ക് ഹമൂർ ഉപയോഗിച്ചിട്ടും മറ്റേ ഈ ബിയർ ബാറ്റർ ഇട്ടാ ഹമൂർ ചൂണ്ടിട്ട് പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് പറഞ്ഞാൽ പഠിക്കാം. അപ്പോൾ ഞാൻ മീൻ ഫില്ല് ചെയ്ത് നല്ല അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയേ നിങ്ങളെപ്പോഴും കണ്ടിട്ടില്ലേ, ഞാൻ മീൻ പിടിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ കഴുകുമൊന്നുമില്ല കേട്ടാ. ഇതുപോലെ ഒരു തുണിയിലാണ് എടുത്തു വയ്ക്കുക. നമ്മൾ ബെയ്റ്റായിട്ട് ഉപയോഗിച്ച നമ്മുടെ ഈ എന്താ പറയുക, അയിലച്ചമ്പാൻ എന്നൊക്കെ പറയണ, അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ പേരെന്താ, പാരായില എന്ന് എന്തൊക്കെ പേര് പറയും. നമ്മുടെ അപ്പച്ചൻ ഇതിൻ്റെ കിങ്ങി നെക്ടർ എന്നാണ് പറയണേ. കിങ് ഫിഷിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീൻ അത്ര ഇത്. പൂച്ചക്കൊല്ലി എന്നൊക്കെ പറയും ചിലവർ, അങ്ങനത്തെ മീൻ ഇത് പൂച്ചക്കൊല്ലി. ഇതിനത്രയും മുള്ളുള്ള കാരണേ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗോൾഡിക്ക് അയില വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പ്രസവമായപ്പോൾ ഇഷ്ടം കൂടിയോ ഗോൾഡ് കണക്ക്. ഇതൊക്കെ പച്ച വെള്ളം തൊടാത്ത മീനാണ് കേട്ടാ. സൂപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിറച്ച് മുടിയുണ്ട്. ഇതാരുടെ ഇപ്പം മുടി കൊഴിയുന്നാവോ. നല്ല പെരിഞ്ഞിലൊക്കെയുള്ള സാധനം കേട്ടാ. പനിഞ്ഞേനുള്ള സാധനമാണ് ഇതേ. പിന്നെ നമ്മുടെ സൂപ്പർ കിങ് ഫിഷ് ഇരിക്കുന്ന നോക്കിയേ, കണ്ടാ. ഈ കിങ് ഫിഷിൻ്റെ ബെല്ലി പീസാണ് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മുക്കി പൊരിച്ച് ഉണ്ടാക്കുന്നത്. ഇനി ഇതേ ഫിഷ് ഫിംഗറിനായിട്ട് ഞാൻ ഫില്ലെ പീസ്, മീനിൻ്റെ മുകൾ വശത്തെ പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടാ, നല്ല അലുവ പീസ് പോലത്തെ പീസാണ് കേട്ടോ. ഫിഷ് ആൻഡ് ചിപ്സിന് കട്ട് ചെയ്യണ മീൻ അധികം തിക്ക് വേണ്ട കേട്ടോ, തിന്നായിട്ടുള്ളത് മതിയേ. ഇതിനും തിന്നാക്കാൻ വേണമെങ്കിൽ പിന്നെ മാവ് മാത്രം കുറേ തിന്നിട്ട് വരും, അതാണ് വേറെ കുഴപ്പം. ബ്യൂട്ടിഫുൾ പീസസ്, നല്ല തിക്ക് പീസ്. ഇത് നോക്കിയേ. ഇനി നമ്മുടെ ഫിഷ് ഫിംഗറിനുള്ളത് കേട്ടോ, ഞാൻ ഇവിടുന്ന് ഒരു അലുവ കഷ്ണം പോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം. ഓ, എത്ര അടിപൊളി പീസല്ലേ കൊണ്ട്. ഞാൻ ഇതിനെ 3 ആക്കാൻ പോവാണ്. മുറിയണില്ല അത്ര കാര്യം ഫിഷ്. ഓ വാ, കട്ടിയുള്ളതാകുമ്പോൾ കുറച്ചുകൂടി ഫേമായിട്ട് നമുക്ക് ക്രം ചെയ്തെടുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാറ്. ഇനി ജസ്റ്റ് അത് 3 മൂവ് ഫിംഗർ ആക്കണം. ബ്യൂട്ടിഫുൾ ഫിംഗർസ്, ലുക്ക് അറ്റ് ദാറ്റ്. കണ്ടാ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിനെ പകുതിയാക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു ഫിംഗറിൻ്റെ സൈസ് കിട്ടും. അത്രയൊക്കെ തന്നെ ഹോട്ടലിലെ സൈസ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലുത്, നല്ല നീളമുള്ള ഫിംഗറാണേ. എൻ്റെ ഫിംഗറൊക്കെ ഭയങ്കര വലുതാണ്, വലിയ ബിഗ് ഫിംഗേഴ്സ്. ലുക്കേ, റിബൺ പോലെ നമുക്ക് മേട്ടയാം ഇത് ഉപയോഗിച്ചിട്ട് മേട്ടയാം. അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ഫിംഗറിനുള്ളത്, ഇത് നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സിനുള്ളത്, ഇത് നമ്മുടെ റോ ഫിഷ് കഴിക്കാനായിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മൾ എല്ലാ തവണയും പറയണ പോലെ എന്ത് മീനും ക്രം ചെയ്യുകയാണെങ്കിലും ബിയറിൽ പൊരിച്ചെടുക്കുകയാണെങ്കിലും ആദ്യം നമുക്കൊരു ഫ്ലവറിൽ ഡസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഫ്ലവറിനെ സീസൺ ചെയ്യണം. മൈദയിൽ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട്, ഇപ്പോൾ നമ്മുടെ ഈ ഫിഷ് ഫിംഗർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഫിഷ് ഫിംഗറിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, മീൻ കഷ്ണം, അത് അതിൽ മുക്കിയെടുക്കുക. അപ്പോഴാണ് നമുക്ക് ആക്ച്വലി കോട്ടിംഗ് എല്ലാം നല്ല സൂപ്പറായിട്ട് വരുള്ളൂ. അതിനാണ് ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ പരിപാടിയിൽ മറക്കരുത്. ഇനി നമുക്ക് ക്രം ചെയ്യാൻ വേണ്ട എന്താണ്, മുട്ടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും വിസ്ക് ചെയ്യുക. നമുക്ക് ഭയങ്കര തിക്ക് വേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മുടെ മീനിനെ ഇതിൽ മുക്കുക. ഈസി, ഒരു കൈ കൊണ്ട് കേട്ടോ, എപ്പോഴും ഇടത്തെ കൈ കൊണ്ട് മുക്കുക. എന്നിട്ട് നമ്മുടെ ക്രമ്മിലേക്ക് അപ്പോൾ തന്നെ മുക്കുക. ക്രമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഇട്ടിട്ട് റോൾ ചെയ്യുക. ഓക്കെ. വേണമെങ്കിൽ നമുക്കിതിനെ ഡബിൾ ക്രം ചെയ്യാം കേട്ടോ. അതായത് ഞാൻ ഒരെണ്ണം കാണിക്കാം. ഇങ്ങനെ മുക്കിയെടുത്തതിനെ വീണ്ടും മുട്ടയിൽ മുക്കുക.
ഇതിന് ഡബിൾ ക്രം എന്ന് പറയും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്രം ഇഷ്ടമുണ്ട് വെച്ചെങ്കിൽ ഡബിൾ ക്രം ചെയ്യാം. ഈ പുട്ടൊക്കെ എന്നിട്ട് വീണ്ടും തിരികെ തിരിച്ചിട്ടിട്ട് ക്രം ഡബിൾ ചെയ്യുമ്പോൾ ആലോചിക്കുക നമ്മൾ കൂടുതൽ കാപ്സ് കഴിക്കുന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇതുപോലെ എല്ലാം ക്രം ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. കണ്ട നൈസേ. എപ്പോഴും ഈ പ്രൊസീജിയർ ചെയ്യുമ്പോഴേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതായത് ഈ ക്രംസ് കുറച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്ക് ഞാൻ എന്നും പറയാണ്ട് റൊട്ടിക്കൊന്നും വലിയ വിലയൊന്നുമില്ല, അല്ലെങ്കിൽ ക്രമ്മിനൊന്നും. അപ്പോൾ കുറച്ച് എന്താ പറയുക അധികം എടുത്തിട്ട് ഇങ്ങനെ ടോസ് ചെയ്യുക. കുറേശ്ശെ ആയിട്ട് അതിലിങ്ങനെ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ടെക്സ്ചറൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെയ്തോളൂ. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. ഇനി ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ ഉരുളക്കിഴങ്ങൊന്നും കുത്തി വലിച്ചിട്ട് കഴിക്കണ്ട കേട്ടോ. കുറച്ചുകൂടി ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാനാണെങ്കിൽ നല്ല നീളത്തിലുള്ള ഫിഷ് ഫിംഗർ ഇതേ ഈ കാണുന്ന പോലത്തെ ബിഗ് വൺ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. നല്ല രസം ഉണ്ടാവും വറുത്ത് വരുമ്പോൾ. അപ്പം നമ്മുടെ ഫിഷ് ഫിംഗർ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ബിയർ ബാറ്റർ കൂടി ഉണ്ടാക്കണം. നിങ്ങൾ എൻ്റെ ഒരു 3-4 വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ബിയർ ബാറ്റർ. കഴിഞ്ഞ ദിവസം നമ്മൾ ടെമ്പ്യൂറ ഉണ്ടാക്കിയില്ലേ. എനിക്ക് ആക്ച്വലി ടെമ്പ്യൂറേനേക്കാളും ഇഷ്ടം ബിയർ ബാറ്ററാണ്. ഇത്തവണ അപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്ന വശം തന്നെ അപ്പച്ചൻ ഹപ്പൊക്കെ വെച്ച് ചെയ്തതിൻ്റെ എന്താ പറയുക, എൻ്റെ കണ്ണടിച്ചു പോയി. അത്ര അടിപൊളിയായിരുന്നു ഹപ്പൊക്കെ വെച്ചിട്ട്. ഉച്ചരിഞ്ഞിടെ ഞങ്ങൾ എത്തിയാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പുള്ളി കുക്ക് ചെയ്യണത് അത് ഞാൻ എടുത്തില്ല. അടുത്ത ദിവസം ഇനി അവിടെ പോയിട്ട് പറ്റുമെങ്കിൽ ഹപ്പൊക്കെ കുക്ക് ചെയ്യണ വീഡിയോ എടുക്കാട്ടാ. വീണ്ടും ഞാൻ എടുത്തു പറയണു, ബിയർ ഇട്ടിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ബിയർ കുക്ക് ചെയ്യുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്ത് പൊക്കോളൂട്ടാ. ബിയറിന് തരാൻ പറ്റുന്ന ക്രഞ്ചിനെസ് വേറെ ഒരു സംഭവത്തിനും തരാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്കറിയാം കുറച്ച് മൈദ കേട്ടാ. എപ്പോഴും തിൻ ബാറ്ററാണ്. കുറച്ച് ആൾക്കാർ ഈ വീഡിയോ ഭയങ്കര തിക്കാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ഡയറക്റ്റ് അപ്പച്ചനും ഭയങ്കര തിക്കായിട്ട് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അപ്പച്ചന് തിന്നായിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് വല്ലാണ്ട് അടിച്ചിട്ട് പതപ്പിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവണ പോലെ. മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ട കുറച്ച് റണ്ണിയാണ്, കുറച്ച് ലംബി ആയിരിക്കും. ഓക്കെ, നമുക്കിനി പെട്ടെന്ന് ഉണ്ടാക്കാം. ഓക്കെ, കമോൺ റെഡി. വേറെ കാര്യം, എഗെയിൻ നമ്മൾ നേരത്തെ ക്രം ചെയ്തില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഈ മീനും എന്ത് ചെയ്യണം, ഇതിൽ മുക്കിയിട്ട് വേണം എടുക്കാനായിട്ടാ. ഇതേതുപോലെ ഇല്ല വെച്ചെങ്കിൽ അതിൻ്റെ മുകളിൽ മാവ് പിടിക്കില്ല. ഇതേ ഞാൻ അതിൽ ഒരു 3 പീസും കൂടി ഇട്ടു കേട്ടോ. ഓക്കെ, കണ്ട നന്നായിട്ട് അതിൻ്റെ മുകളിൽ മാവ് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഊർന്നിറങ്ങണം മാവ്. ഓക്കെ, എന്നിട്ട് പെട്ടെന്ന് തന്നെ ചൂടുള്ള എണ്ണയിലേക്ക് ഇടുക. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഒന്ന് റോൾ ചെയ്തോളാം. ഞാൻ അതിന് മുന്നേ കാട്ടിയിട്ടില്ലേ, ഇല്ല വെച്ചാൽ അടിയിൽ പോയിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ഫോം ആവണമെങ്കിൽ എയറേഷൻ നടക്കണമെങ്കിൽ ഒന്ന് റോൾ ചെയ്യണം. അയ്യോ എനിക്ക് വീണു, ഉരുട്ടാൻ പറ്റിയില്ല. എപ്പോഴും ഓവർലോഡ് ചെയ്യരുതിട്ടാ, അപ്പോഴും ക്രഞ്ചി ഫോം ആവില്ല കേട്ടാ. ഒരുപാട് നേരം വേവിക്കുകയും വേണ്ടേ, ജസ്റ്റ് ഈ മാവ് വെന്താൽ മതി, മീൻ അപ്പോഴേക്കും വെന്തോളും. ഓക്കെ, നോക്കിയേ ഇപ്പം തന്നെ കലകലേന്നായി. ഇത് കണ്ട ഇത്രയും ഞാൻ വേവിക്കണുള്ളൂ കേട്ടോ. ഫ്രഷ് മീനാണ്, എനിക്കിതിന് ഓവർ കുക്ക് ചെയ്യണ്ട. ഇവിടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കണം, അടുത്ത് 2.5 മണി ഉണ്ടാക്കണം. സൗണ്ട് കണ്ടോ. ബാച്ച് നമ്പർ 2. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വറുത്ത് കോരി ഇങ്ങോട്ട് ഇടില്ലേ, അപ്പോൾ ഈ എണ്ണ വലിഞ്ഞു പോണേക്കാൾ മുന്നേ തന്നെ ഉപ്പിടണം കേട്ടോ. കാരണം നമ്മൾ ബാറ്ററിൽ ഓടി ഉപ്പിട്ടിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒന്ന് ഉപ്പൊന്ന് ഒട്ടിപ്പിടിക്കും. ബാച്ച് നമ്പർ 2 ഉപ്പ്. ഓക്കെ, ഇനി നമ്മുടെ ക്രംബ്ഡ് ഫിഷ് ഫിംഗർസ്. നമ്മുടെ ഫിഷ് ഫിംഗറും റെഡിയായി. ബ്യൂട്ടിഫുൾ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഓ സൗണ്ട് കേട്ടോ. അഗെയിൻ ഉപ്പ്. നെക്സ്റ്റ് ബാച്ച് ഗോയിങ്. ബാച്ച് നമ്പർ 2 റെഡി. ഓ വീണതാടോ, പറഞ്ഞ കൂട്ടാക്കാത്തോരാ. ഇവിടെ നിന്ന് അതിൻ്റെ സൗണ്ട് നോക്കിയേ, കലകലാം. ഉപ്പ്. ഇതാണ് ബ്യൂട്ടിഫുൾ. അതെ, പെട്ടെന്ന് തന്നെ ഞാൻ ഇത് പ്ലേറ്റ് ചെയ്തിട്ട് കാണിക്കാട്ടാ. കാരണം ഇതിൻ്റെ ക്രഞ്ചൊക്കെ പോണേക്കളും മുന്നേ അത് സെറ്റാക്കണം, തിന്ന് കാണിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗി പോയി. ഇത്ര പണിയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ക്രിസ്പിനെസ് കണ്ട എന്താ നോക്കിയേ. അതാണ് ബിയർ ബാറ്ററിൻ്റെ പ്രത്യേകത. ഞാൻ ബിയർ ബാറ്ററിനെ ഇവിടെ സൈഡിലേക്ക് വെച്ചിട്ടാ. ഇനി നമ്മുടെ ക്രം ഫിഷിൻ്റെ ക്രിസ്പിനെസ് കേട്ടോട്ടാ. കണ്ട ഇതിൻ്റെ മുകളിലേക്ക് വീഴുന്ന സൗണ്ട് കേട്ടാ. കണ്ട
പ്യൂരിഫുള്ളേ. ഓക്കെ, ഞാൻ ഇതിനെ കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇടാൻ പോകട്ടെ. അത് കുറച്ച് ഇങ്ങനെ ഭംഗിയിൽ വയ്ക്കണം ഉള്ളേ. ഫുഡ് എപ്പോഴും കുറച്ച് ഹൈറ്റൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെക്കണം. എന്നാലാണ് ഫുഡിന് ഒരു റസ്റ്റിക് ലുക്ക് കിട്ടുള്ളൂ. വർഗ്ഗം കൊള്ളിയൊക്കെ പോലെ. ഓക്കെ, ഇത് വേറെ. ഇതിൻ്റെ മുകളിലെ ടെക്സ്ചർ നോക്കിയോണ്ടേ നോക്കാറുതാ. ഓക്കെ, ബ്യൂട്ടിഫുൾ 8 പീസസ്. അവർ ബിയർ ബെയർ ഫിഷ് ഹിയർ. ഇപ്പോഴും നല്ല നോക്കി. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 6-7 മിനിറ്റ് ആയിട്ടാ. ക്രിസ്പിനെസ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, let it be. I take a photo and I'll let you know very soon. Beauty. Look at that. നോക്കിയേ എന്താ സെറ്റപ്പ് നോക്കിയേ. ഇതിൻ്റെ ക്രസ്പ് എന്ന് പറയണേ. ക്രഞ്ചും ക്രിസ്പും കൂടി ഒരുമിച്ച് വന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് എന്ന് പറഞ്ഞ പോലെ ക്രസ്പ് എന്ന് പറയട്ടോ. ഞാൻ കണ്ടെത്തിയിട്ടുള്ള വേർഡാണ്, പുതിയ വേർഡാ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ 2 പീസ് ചുമ്മ ഒന്ന്. അതേ കാപ്പി അത് ചായ നിമിഷത്തിൽ പുതുരുചി ടക് ടക് ടക്. ഓഹോ ഹാർദാറി. മീനിൻ്റെ ഉള്ളു നോക്കിയത് നിങ്ങൾ. കുക്കിഡിൻ്റെ പെർഫസിയോ. ഓക്കെ, ഇനി ഞാൻ ഒരു ക്രമ്മും കൂടി ബ്രേക്ക് ചെയ്ത് കേൾപ്പിക്കാം. ക്രമ്മിൻ്റെ സൗണ്ട് ഒന്നും കേട്ടിട്ട് ഒട്ടഞ്ഞ് പോവാ കേട്ടോ. പക്ഷേ ക്രമ്മ് കണ്ട. ഓക്കെ, and I'm gonna break this too. Look. ഓക്കെ, നമുക്കിനി ആദ്യം ക്രമ്മ് കഴിച്ചു നോക്കാം. ഓക്കെ കേട്ടാ, ക്രഞ്ച്. വൗ. ഒരു കുക്കിംഗ് ഫിഷ് കേട്ടോ. ക്രഞ്ചി. യെസ്. ഓക്കെ, ഇതിൻ്റെ ക്രഞ്ച് നോക്കിയോ. ഇതിനേക്കാളും ക്രഞ്ച് മറ്റന്നാ നമ്മുടെ മാക്ഡി എന്നൊക്കെ മേടിക്കുന്ന മറ്റേ എന്തിനു പേര്, ചിക്കൻ നഗറ്റ്സിൻ്റെ ഒക്കെ പോലെ. ഇതിന് കൊടുത്ത് കുറച്ച് ഷിറാച്ച സോസ് ഉപയോഗിച്ച് കഴിച്ചു നോക്കട്ടാ. ശ്രീലജ മാമിയുടെ ശ്രീലജ സോസ് കുറച്ച് സ്പൈസിനെസ് കൊടുക്കുമല്ലോ. ഞാനങ്ങനെ താവില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളേ. Wow. Yeah. Beautiful. നിങ്ങളല്ലേ VIPs. കുട്ടികൾക്ക് 8 വയസ്സാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പെൺകുട്ടികൾക്ക് സ്പെഷ്യൽ കൂടെ കഴിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലേ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് എന്തെങ്കിലും പോകാൻ വേണ്ടി അറിയിച്ചെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇത് കുഴപ്പമില്ലല്ലോ. ില്ലേ പിന്നെ കഴിക്കണം. പിന്നെ നാഗറ്റ്സ് പോലെ ടേസ്റ്റ്. ഞാൻ ഒരു പിടി പിടിച്ചോട്ടാ, തീർന്നു. കിങ്ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ട്. യാസ്, തോന്നുന്നു. എനിക്ക് ആക്ച്വലി ഗേണാർഡും സ്നാപ്പറും ആണ് ഫിഷ് ആൻഡ് ചിപ്സിന് ഇഷ്ടം. പക്ഷെ ഇന്നലത്തെ കൂട്ടിട്ട് അത് ഹപ്പുക്കി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഇഷ്ടം ക്രംഡ് ഫിഷ് സോസ് ഇപ്പൊ ചോദിച്ചേക്ക് കുറച്ച്. എനിക്ക് സോസ് ഇല്ലാത്ത ഇഷ്ടം. പിന്നെ വേണം സോസ്. അതാവുമ്പോ അതിന്റെ റിയൽ ലൈഫ് ക്രഞ്ച് ഉണ്ടാ. ഇപ്പൊ കുറച്ച് ഇപ്പൊ ശരിക്കും 12 മിനിറ്റ് ആയി ഉണ്ടാക്കി വെച്ചിട്ട്. എന്നിട്ട് പോയിട്ടില്ല ക്രഞ്ച് നോക്കിയേ. കണ്ടാ ഫിഷ് ഫിംഗർ കഴിച്ചോട്ടെ. ഫുള്ള് എടുക്കട്ടെ. ഫുള്ള് നീ കഴിക്കേ. ഫിഷ് ഇസ് ഗുഡ്. എനിക്ക് പക്ഷെ ഫിഷ് ഫിംഗറിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ബിയർ ബാറ്ററാണ്. ഇതെനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സംഭവമായിരിക്കും ഫിഷ് ഫിംഗർ. പക്ഷെ ഞാൻ ഇന്നുവരെ ഇത് കഴിച്ചിട്ടില്ല. ഫിഷ് ഫിംഗർ കഴിച്ചിട്ടില്ലേ? എന്തോ ഒരു നമ്മുടെ മനസ്സില് മീനിഷ് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണെന്ന് തോന്നില്ലേ? ആ മീനിന്റെ ഒരു ഇത് മണം കണ്ട. കുട്ടികൾക്ക് കണ്ട ക്രമ്മ് ചെയ്ത
ഈ നഗറ്റ്സ് കൈൻഡ് ഓഫ് സാധനങ്ങളാണ് ഈ ബാറ്റർ ഫിഷിനേക്കാളും ഇഷ്ടപ്പെടുക. കണ്ടോ പിന്നെ രണ്ടാമത്തെ പീസ് എടുത്ത് അടിച്ചു അല്ലെ പിന്നെ വെരി നൈസ് നോ മക്കറൗണ്ട്. അപ്പോ ഫിഷ് ഫിംഗർ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയണമായിരിക്കും. നമ്മുടെ കിങ് ഫിഷ് പോലുള്ള വലിയ മീനുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. അയല ഉപയോഗിച്ചിട്ടും ട്രൈ ചെയ്യാട്ടോ. എപ്പോഴും ട്രൈ ടു യൂസ് ഫ്രഷ് ഫിഷ്. അതല്ലെങ്കിൽ ഒരു ഫൗൾ സ്മെല്ല് വരും. പിന്നെ ബിയർ ബാറ്റർ, എനിക്ക് ടെമ്പൂറിനേക്കാൾ ഇഷ്ടം ബിയർ ബാറ്റർ ആണ്. എപ്പോഴും ബാറ്ററിന്റെ തിക്നെസ് ശ്രദ്ധിക്കുക. വെരി തിൻ ASAP ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഫോം ആയിട്ട് ഇങ്ങനെ ഞാഴ് പോലെയാവും, ക്രിസ്പിനെസ് കിട്ടില്ല. അതർവൈസ് these two dishes, it's one of the best dishes. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാൻ പറ്റുമായിരിക്കും. ബൈ ഫോർ നൗ, ബൈ ബൈ. I did nothing. I was drinking water and I was like, I should be fast. Bastard. ഫാസ്റ്റ് Oh. So dinner done. It's really crunchy. പിന്നെ ഇത് മൂന്ന് വേണമെങ്കിൽ പിന്നെ നാളെ ലഞ്ചിന് കൊണ്ടേക്കോ. 3 എണ്ണം വേണോ? Up to you. As much as I can. കുഴപ്പമൊന്നുമില്ല. അപ്പൊ പ്ലീസ് കമന്റ് ഗൈസ് ബിലോ. 8 വയസ്സ് 9 വയസ്സിന്റെ ഇടയിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വെപ്രാളം കൂടുവോ, കുരു പൊട്ടിക്കോ അച്ഛനമ്മമാരുടെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്ഥിരം കുരു പൊട്ടലാവോ എന്നൊക്കെ ഉള്ളത് അല്ലെ. നിങ്ങൾക്ക് എനിക്ക് ഇതിനു മുന്നേ കുഞ്ഞുങ്ങളുണ്ടായിട്ട് പരിചയമില്ല. അത് കാരണം അതെ ഇനിയിപ്പോ വരുന്നുണ്ട്, എന്താവും നമുക്കറിയില്ല. ഞാൻ സൂണൊരു വീഡിയോ ചെയ്യാട്ടോ നമ്മുടെ പ്രഗ്നൻസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാം അല്ലെ. ഞങ്ങൾ യാത്ര ചെയ്തു പോയ വഴികൾ ആഫ്റ്റർ morning to night. My gosh, yeah. So we do that. നൈറ്റ് ടു മോർണിംഗ് ഇടാം. കുറച്ച് തിരക്കായി പോയി. ഇവള് പ്രഗ്നന്റ് ആയപ്പോ ഉളകം കൊണ്ട് തിരക്കാതെ ഇരിക്കാണ്. എന്തുകൊണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാലോ. എടാ എല്ലാം പൊട്ടിച്ചില്ല, പൊട്ടിച്ചേ. നീ നിന്നെ പറഞ്ഞ പൊട്ടിക്കും. വേണ്ടാത്തടത്തൊക്കെ കൈ എത്തിക്കുക, അതാണ് ഇപ്പൊ പരിപാടി. ഒന്നും പറയാനില്ലേ? പറയാനുള്ള സമയം നഗറ്റ്സ് പോലെ ഉണ്ടാ. കഴിഞ്ഞ ആഴ്ച ഒരു പാത്രം ഉണ്ടാക്കി ഇത് തിന്നത് മറന്നുപോയോ? ഫിഷാണ് മെയിൻ താല്പര്യം. ഇവിടെ നല്ല സൂപ്പർ മീനും കിട്ടുന്നുണ്ടല്ലോ. അപ്പോ താങ്ക് യു.